ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ കേരളത്തിൽ ഉപേക്ഷിച്ചു പോയ ഒരു കൈക്കുഞ്ഞ് വെറും 24 ദിവസം പ്രായമുള്ളപ്പോഴാണ് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ആ പെൺകുഞ്ഞെത്തുന്നത്. ഇവരെ പോലുള്ള കുറച്ചധികം ആളുകൾ കഴിഞ്ഞ 1.5 മാസമായ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുകയായിരുന്നു. 900 ഗ്രാമിൽ താഴെ മാത്രം തൂക്കമായി ഇവിടെ ഉണ്ടായിരുന്ന കുഞ്ഞിപ്പോൾ 2.5 കിലോ വെയിറ്റ് വെച്ചു. ഭക്ഷണം കഴിക്കുന്നുണ്ട്, കൃത്യമായി ചിരിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. അങ്ങനെ മിടുക്കിയായി ഇപ്പോൾ CWCൻ്റെ കൈകളിലേക്ക് കുഞ്ഞിനെ ജനറൽ ആശുപത്രിയിൽ നിന്ന് കൈമാറുകയാണ്. കഴിഞ്ഞ 1.5 മാസക്കാലം തങ്ങളുടെ കുഞ്ഞു മകളെ പോലെ നോക്കിയ കുറച്ചധികം ആളുകളാണ് ഇവിടെ ഉള്ളത്. പറഞ്ഞതുപോലെ 1.5 മാസം വലിയൊരു കാലമായിട്ട് തോന്നുന്നുണ്ടാവുമല്ലോ, ഇപ്പം വിട്ടു പോകുന്നു തോന്നുമ്പോൾ. തീർച്ചയായും ബേബി ഞങ്ങളെ വിട്ടു പോകുമ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. ഒത്തിരി കാലം അവളെ നോക്കിയ പോലെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത്. എല്ലാവരും സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെയാണ് നോക്കിയത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള എല്ലാ സ്റ്റാഫിനും ഡോക്ടേഴ്സിനും എല്ലാവർക്കും വിഷമമുണ്ട് തീർച്ചയായിട്ടും പോകുമ്പോൾ. പിന്നെ കുഞ്ഞുണ്ടാകുമ്പോൾ സിസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? പിന്നീട് പോയി തിരിച്ചു വരുമ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു. പോയി തിരിച്ചു വരുന്ന നൈറ്റിലാണല്ലേ കുഞ്ഞിനെ ആദ്യം പ്രസവിക്കുന്നത്? അതെ, ഇവിടെ പ്രസവിച്ചതാണ്. ഇവിടുന്ന് റെഫർ ചെയ്ത് ലൂർദിലേക്ക് പോയി. അവിടെ വെച്ചിട്ടാണ് ഇവർ ഉപേക്ഷിച്ച് പോയത്. തിരിച്ച് ലൂർദിൽ നിന്ന് ഇവിടെ കൊണ്ട് വന്നതാണ്. അന്ന് ഡ്യൂട്ടിയിൽ നൈറ്റിൽ ഞാനുണ്ടായിരുന്നു. രാവിലെയാണ് ബേബി വന്നത്, നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ആശങ്കയുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ തൂക്കമൊക്കെ അല്ലേ? തീർച്ചയായിട്ടും വെയിറ്റ് കുറവായതുകൊണ്ടും ബേബിയുടെ കണ്ടീഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പൂർണ്ണമായ സപ്പോർട്ട് തന്നത് ഞങ്ങളുടെ സൂപ്രണ്ട് സാറും ഞങ്ങളുടെ ഡോക്ടേഴ്സും ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് തന്നു. ഞങ്ങൾ ബേബീനെ നന്നായിട്ട് നോക്കി. ഈ പറഞ്ഞ ആദ്യ ദിവസം മുതലുള്ള ചിത്രങ്ങളിലൊക്കെ നിങ്ങളൊക്കെ കാണാറുണ്ട് കുഞ്ഞിനെ നോക്കുന്നതൊക്കെ ബന്ധപ്പെട്ട്. ഇപ്പം പിന്നെ നിധി എന്നുള്ള പേര് വരുന്നു. എന്തായിരുന്നു നിങ്ങളൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്? കുഞ്ഞുമണി, അങ്ങനെ ഇന്ന പേരൊന്നുമില്ല, എല്ലാവരും ഓരോ പേരുകൾ വിളിക്കും. കുഞ്ഞുമണി, മണിക്കുട്ടി, അങ്ങനെ എല്ലാ പേരുകളും വിളിക്കും. അവളെല്ലാത്തിനും റെസ്പോണ്ട് ചെയ്യും. ബേബി നല്ല ആക്റ്റീവാണ്. പോകുമ്പോൾ ഞങ്ങൾക്കൊരു വിഷമം. ഞങ്ങളുടെ മക്കളെക്കാട്ടിലും കൂടുതൽ കാര്യമായിട്ട് നോക്കുകയും ചെയ്തിട്ട് നമ്മുടെ കുഞ്ഞിനെ വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവുമല്ലോ, ആ ഒരു ഫീലിംഗ്. എന്തെങ്കിലും അവർ തേടി വരുന്നൊക്കെ നിങ്ങളും പ്രതീക്ഷിച്ചിരുന്നോ? കുഞ്ഞിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ വരും എന്ന് നമ്മൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. വരുമായിരിക്കും, അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ അവർക്കൊക്കെ. വന്നപ്പം നമുക്ക് ആരുമില്ലായിരുന്നു. ഇപ്പം ആ പേര് പോലും നിധി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് കൈമാറുന്നത്. ലക്കി ഗേളാണ്. ഒന്നുമില്ലെങ്കിലും ഞങ്ങളെയൊക്കെ ഇത്രയും ആൾക്കാർ ദിവസവും ഡ്യൂട്ടി വന്ന് ചെയ്തു പോകുന്നു അല്ലാതെ ഇങ്ങനെയൊന്നും നമ്മളെ അറിയുന്നില്ലല്ലോ. അതിൽ കുഞ്ഞിൻ്റെ ഭാവിയിലെക്കുറിച്ചൊരു ചിലപ്പോൾ ഭാവിയിൽ വലിയ ഒരാളായി കഴിയുമ്പം ആ കുഞ്ഞിൻ്റെ ഭാവിയിൽ നമ്മൾ അവനെ വളർത്താൻ ഒരു പാട്ട് നമ്മളായെന്ന് നമുക്ക് പറയാലോ. ഒരുപാട് കുട്ടികൾ വന്നു പോകുന്നയിടാണ് ആശുപത്രി. പക്ഷേ ഇങ്ങനൊരു കുഞ്ഞ് ഇവിടെ തന്നെ അമ്മയുണ്ട്, കുഞ്ഞിനെ പ്രസവിക്കുന്നു, പിന്നീട് അമ്മ ഉപേക്ഷിച്ച് പോകുന്നു, പിന്നീട് ആ കുഞ്ഞ് തിരിച്ച് ഇവിടേക്ക് വരുന്നു, ഇപ്പം മറ്റൊരു കൈകളിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു യാത്ര നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്? അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് നമുക്കതൊരു അക്സെപ്റ്റ് ചെയ്യാനും വിഷമമുണ്ട്. എന്തായാലും വലിയൊരു യാത്രയായിരുന്നു. ഭയങ്കര ഇമോഷണലുള്ള സന്തോഷവും സങ്കടവും ഒക്കെ നിറഞ്ഞൊരു യാത്രയായിരുന്നു നിധിയുടേത്. ആരുമില്ലാതെ അമ്മ ഇവിടെ നിന്ന് പ്രസവിക്കുന്നു, പിന്നീട് കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോകുന്നു, പിന്നീട് ഈ ആശുപത്രിയിലേക്ക് തന്നെ കുഞ്ഞ് വരുന്നു. സർക്കാർ ആ കുഞ്ഞിനെ ഏറ്റെടുക്കുന്നു. ഇല്ലാതിരിക്കുന്ന ഒരു കുഞ്ഞിന് നിധി എന്ന പേര് കൊടുത്തുകൊണ്ടാണ് CWCക്ക് ആ കുഞ്ഞിനെ കൈമാറുന്നത്. അച്ഛനും അമ്മയൊക്കെ തിരിച്ചു വന്നാൽ ഒരു പക്ഷേ അവർക്ക് കൈമാറും, ഇല്ലെങ്കിൽ സർക്കാർ തന്നെ ആ കുഞ്ഞിനെ നിധി പോലെ നോക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അല്പം സങ്കടമുണ്ട് ഇവിടെയുള്ള ആളുകൾക്കൊക്കെ കുഞ്ഞിനെ വിട്ടുപോകുന്നതിൽ. പക്ഷേ സുരക്ഷിതമായൊരു കൈകളിലേക്ക് കുഞ്ഞ് പോകുന്നു എന്നതിൻ്റെ സന്തോഷം കൂടി അവർ പങ്കുവയ്ക്കുകയാണ്. ക്യാമറമാൻ മനോജ് മാളശ്ശേരിക്കൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.